ഇതിന്റെ കൊറിയോഗ്രാഫറാണോ? ഇവിടെ തറയിട്ടോ? അയ്യോ ഇത് കണ്ട ഇതെന്താണ്? ഇവരെന്തിനാണ് ഇത്രയും കോപ്രായം കാണിക്കുന്നത്? വെറും കോപ്രായം. ഇവരൊന്നും ആർട്ടിസ്റ്റ് ഒന്നും വിളിക്കാൻ പറ്റില്ല. ഇവർ കലകൾ വെറും ചെളിവാഴ്ത്തേക്കലാണ് ചെയ്യുന്നത്. എന്ത് കഴിവുകളാണ് നിങ്ങൾ ഇവരിൽ നിന്ന് കാണുന്നത്? ഇവർക്ക് എന്തിനാണ് ഇത്രയും പബ്ലിസിറ്റി നിങ്ങൾ കൊടുക്കുന്നത്? ഒരു പൊന്തിച്ച് വേറും ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ വേറും ഇവരെ ഇങ്ങനത്തെ വെറുപ്പീര് മാത്രമേ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ പുച്ഛം തോന്നുന്നു ഇവരെ. ഈ പെരേരൊക്കെ എന്ത് കഴിവാണ് നിങ്ങൾ അവരിൽ നിന്ന് നിങ്ങൾ കാണുന്നത്? വെറുതെ ഇങ്ങനെ ഇതായിപ്പോൾ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ലിപ് ലോക്കിൻ്റെ അടിപിടി രംഗങ്ങൾ ലിപ് ലോക്ക്. ഈ രേണു ലിപ് ലോക്ക് ചെയ്യുമ്പോൾ ഇത് വെറും നാടകം മാത്രമാണ്. എല്ലാവരും അറിഞ്ഞു കൂടിയിട്ട് ഇത് ആരാണ് ഈ വീഡിയോ എടുത്തിട്ട് ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിലേക്ക് ഇടുന്നോനാണ് ആദ്യം അടിച്ചത്. ഈ ലിപ് ലോക്കിൻ്റെ അടിപിടി രംഗങ്ങളുണ്ട്. ഞാൻ ആ വീഡിയോ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അല്ല ഞാൻ ചോദിച്ചത് ലിപ് ലോക്കിന് സീന് നീ സ്ക്രിപ്റ്റിൽ പറഞ്ഞില്ലേ? നീ പറഞ്ഞില്ലല്ലോ. പറഞ്ഞിട്ടുണ്ടോ? കണ്ടില്ലേ ലിപ് ലോക്കിന്റെ അടിപിടി രംഗങ്ങൾ? ഇതാണോ കലകളെ ഇവരെ കലകൾ എന്ന് പറയാൻ പറ്റും? ഇതാണോ ആർട്ടിസ്റ്റുകൾ? ഇങ്ങനെയാണോ ആർട്ടിസ്റ്റുകൾ ചെയ്യുക? ലിപ് ലോക്കിന്റെ പേരും പറഞ്ഞിട്ട് അടിപിടി രംഗങ്ങൾ നാടകമായി ഉണ്ടാക്കിയിട്ട് അവർ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക. ഇത് ആർട്ടിസ്റ്റുമാരെ വെറും ചെളിവാരി തേക്കലാണ് ഇവർ ചെയ്യുന്നത്. വെറും കോപ്രായം കാണിക്കലാണ് ഇവർ ചെയ്യുന്നത്. ഇതിനെയൊന്നും ആർട്ടിസ്റ്റ് കലകളൊന്നും പറയാൻ പറ്റില്ല. ലിപ് ലോക്കിന്റെ പേരും പറഞ്ഞ അടിപിടി, പിന്നെ എടുത്തോണ്ട് കറങ്ങല്, പിന്നെ ഡാൻസ് കളിക്കല്, പാട്ട്, ഒരു ഇവരെയൊന്നും കലകൾ എന്ന് പറയാൻ പറ്റില്ല. കലകളെ വെറും വെറുപ്പീരാക്കുക. ഇവരെ ശരിക്കും പറഞ്ഞാൽ ഇവരെ കാണുമ്പോൾ പുച്ഛം തോന്നുന്നു. സത്യം പറയാലോ, പുച്ഛം തോന്നുന്നു. ഇതാ ഒരു ദിവസം ഒരു ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ ഇന്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ രേണു സുധിയുടെ. അതിനകത്ത് ഷാരി ആയിരുന്നല്ലോ ആങ്കർ ആയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് ഇവർ നേരത്തെ പറഞ്ഞു വെച്ചതായിരുന്നു, ഹോട്ട് സീറ്റ് ആണ്, ഞാൻ ഇങ്ങനെയെല്ലാം പറയും, ഇത്രയും ഇങ്ങനെയെല്ലാം അഭിനയിക്കണം എന്നെല്ലാം നേരത്തെ പറഞ്ഞു വെച്ചതായിരുന്നു ഇവർ തമ്മിൽ. എന്നിട്ടോ ഇതെന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ കണ്ടിൽ വെറും പൊടിവാരി തേക്കുമെന്നല്ലാണ്ട് ഈ ഷാരിക എന്ന് പറയുന്ന ഈ ഒരു ഇന്റർവ്യൂവിലേക്ക് കൂടി പലതരം നെഗറ്റീവ് കമന്റ്സും വാങ്ങിക്കൂട്ടി താഴ്ത്തി തരം താഴ്ന്ന പോലെയായി ഷാരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ രേണു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം നെഗറ്റീവ് കമന്റ് കിട്ടിക്കൊണ്ടിരുന്ന രേണുവിന് ഈ ഒറ്റ ഇന്റർവ്യൂ കാരണം പോസിറ്റീവ് കമന്റാണ് ജനങ്ങളിൽ നിന്ന് കിട്ടിയത്. അത് നമുക്ക് ഇന്റർവ്യൂ ആണ്. അവർ ഓരോ ചോദ്യങ്ങൾ പലതരം ചോദ്യങ്ങളാണ് ചോദിക്കുക. അപ്പോൾ അത് ഇന്റർവ്യൂ ആണെന്ന് വിചാരിക്കുക. ഇതെന്താണ്? ഇതെല്ലാം എന്താ? ഇവര് ആർട്ടിസ്റ്റുകൾ കലകൾ ഇങ്ങനെയെല്ലാം പറയും. ഇതെല്ലാം ഒരു വെറും കോപ്രായം കാണിക്കലാണ് ഇവർ ഇതിൽ കൂടി ചെയ്യുന്നത്. വെറും കോപ്രായം. നിങ്ങൾ എന്തിനാണ് ഇവർക്ക് ഇത്രയും പബ്ലിസിറ്റി കൊടുക്കുന്നത്? എന്ത് കഴിവാണ് നിങ്ങൾ അവരിൽ നിന്ന് കാണുന്നത്? ഈ പെരേര എന്ന് പറയുന്നത് ഒരു വെറും പൊട്ടനാണോ, പൊട്ടനായിട്ട് അഭിനയിക്കുന്നതാണോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒരു കഴിവില്ലാത്ത ഈ കലകളെ വെറും ഒരു കലകൾ വെറും ചെളിവരി തേക്കുവാന്നെല്ലാം പറയില്ല. അതാണ് ഇവർ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഈ പെരേര ഇത്രയും കാലം അങ്ങും നടന്ന് ഓരോരോ ഡാൻസും കളിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അത് വൈറലാക്കി. ഇപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ രേണുവിൻ്റെ പേരെ ഷോർട്ട് ഫിലിം അഭിനയിക്കാൻ പോയിട്ടുണ്ട്. അതിൻ്റെ രംഗങ്ങളാണ് ലിപ് ലോക്കുകൾ ചെയ്യുക. ഞാനിപ്പോൾ ഒരു വീഡിയോയിൽ കണ്ടു. ഈ ലിപ് ലോക്കിൻ്റെ അടിപിടി രംഗങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു വീഡിയോയിൽ കണ്ടു. വീഡിയോക്കാർ ഇങ്ങനെ ചോദിക്കുകയാണ്, ലിപ് ലോക്ക് ചെയ്യില്ലേന്ന് എന്തോ ചോദിച്ചപ്പോൾ അവൾ പറയുന്നത് ലിപ് ലോക്ക് ചെയ്യില്ല, ഞാൻ വേണമെങ്കിൽ ചുണ്ട് ഇങ്ങനെ തട്ടിക്കാം ചുണ്ട് ഇങ്ങനെ തട്ടിക്കാം. അപ്പോൾ ഈ ചുണ്ട് തട്ടിക്കുന്നതിന് നിങ്ങൾ എന്താ പറയുക? ലിപ് ലോക്ക് എന്നല്ലേ പറയാ? ചുണ്ട് തട്ടിക്കുന്നതിന് ലിപ് ലോക്ക് എന്ന് പറയില്ലേ? അതിന് പിന്നെ എന്താണ് പറയല്? അതാണ് ഒരു സംശയമായിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇവരെ കാണുമ്പോൾ പുച്ഛം തോന്നുന്നു. വെറും പുച്ഛം മാത്രം. ഈ സോഷ്യൽ മീഡിയ ഒന്ന് ഫോൺ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവരെ പേക്കൂത്തുകൾ മാത്രമേ കാണാനുള്ളൂ. ഈ പെരേര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലം പിന്നെ ഇങ്ങനെ ഒരു നടക്കൂ ഇവരെ പേരെ നടക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് കുറേ പൊട്ടന്മാരുണ്ടാവും. ഇവരിങ്ങനെ നടക്കും, ആരുണ്ടാവില്ല. ചേട്ടൻ വരുന്നു, പെരേര വരുന്നു, അങ്ങോട്ട് വഴിമാറൂ എന്നുള്ള ഒരു രംഗങ്ങളാണ് അതിനകത്ത് കാണുന്നത്. നമ്മൾ ഈ വെള്ളിമൂങ്ങലെല്ലാം കണ്ടിട്ടില്ലേ? ഈ ബിജു മേനോനെ ഇങ്ങനെ വെള്ളി ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ഷോ കളിച്ചിട്ട് ആരും നോക്കൊന്നുമില്ല, എന്നാലും ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ മുഖം കാണിച്ചിട്ട് പോകുന്ന ആ രംഗങ്ങളാണ് സൃഷ്ടിക്കാറ്. പിന്നെ സിനിമ അവർ ചെയ്യുന്നതാണല്ലോ, ഇങ്ങനെ അഭിനയിച്ച് ചെയ്യുന്നത്. ഇവനെല്ലാം എന്തെന്ന് പൊട്ടനാണാവോ? ഇവനിക്കൽ പബ്ലിസിറ്റി നിങ്ങൾ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടാ. വെറുതെ ഇങ്ങനെ കോപ്രായം കാണിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ആ നടത്തെല്ലാം നിർത്തി വെച്ചിട്ട് ഇപ്പോൾ രേണുവിനെ പേരെ ഷോർട്ട് ഫിലിം അഭിനയിക്കാൻ പോയതാണ്. അതിൻ്റെ രംഗങ്ങളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. അതിൻ്റെ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ രേണുവിൻ്റെ പേരെ നായകനായിട്ട് അഭിനയിക്കുന്നതാണ് പെരേര. ഇപ്പം നടത്തൽ ഒഴിവാക്കി ഇനി ഇതിലേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. കുറച്ച് എനക്കും അഭിനയിക്കാൻ അറിയാമെന്നുള്ള എന്താ അഭിനയം? ഇവനെല്ലാം അഭിനേതാക്കൾ എന്ന് വിളിക്കാൻ പറ്റുമോ? അറിയില്ല. വെറുപ്പിക്കലാണ് ഇപ്പം മെയിനായിട്ട് നടന്നുകൊണ്ട് നിൽക്കുന്നത്.
ഇപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ എടുത്തു പൊന്തിക്കല്, കൈയിടല്, തൊഴിൽ കൈയിടല്, വണ്ടിയിൽ ബൈക്കിൽ പോക്ക്, ഇതെല്ലാം ഇപ്പോൾ വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. ഇപ്പോൾ ഷോർട്ട് ഫിലിം ഇവർ എടുക്കുന്നതിനേക്കാളും കൂടുതൽ ഇവർ ബൈക്കിൽ ചുറ്റുന്നതും പിന്നെ എടുത്തിട്ട് പൊന്തിച്ച് വട്ടം കറക്കുന്നതും ഡാൻസ് കളിക്കുന്നതും ലിപ് ലോക്കിൻ്റെതായിട്ടുള്ള സംസാരങ്ങളും ഇതാണിപ്പോൾ വിഷയം സോഷ്യൽ മീഡിയയിൽ. അല്ലാണ്ട് ഇവർ മറ്റേ ഷോർട്ട് ഫിലിം എടുത്തിട്ട് ഉള്ളതൊന്നും അല്ല ഇപ്പം ഇതിൽ ഇപ്പോൾ വിഷയമായിട്ടുള്ളത്.